കുട്ടികൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കാൻ സർക്കാർ സ്കൂളിലേക്ക് നടൻ കുഞ്ചാക്കോ ബോബനെ ക്ഷണിച്ച് മന്ത്രി വി ശിവൻകുട്ടി. മികച്ച ഭക്ഷണം ജയിലിലല്ല സ്കൂൾ കുട്ടികൾക്കാണ് നൽകേണ്ടതെന്ന പ്രതികരണത്തിലാണ് നടൻ കുഞ്ചാക്കോ ബോബനെ മന്ത്രി സ്കൂളിലെ ഉച്ചഭക്ഷണത്തിനായി ക്ഷണിച്ചത്. നമുക്കറിയാം, ഇപ്പോൾ ജയിലുകളിലാണ് കുറച്ചുകൂടെ നല്ല ഭക്ഷണം കിട്ടുന്നതെന്ന് തോന്നുന്നു അല്ലേ? അപ്പം അതിനൊരു മാറ്റം വരണം. കുറ്റവാളികളെ വളർത്താനല്ല, കുറ്റമറ്റവർക്ക് ഏറ്റവും നല്ല സാഹചര്യങ്ങൾ ഒരുക്കാനായിട്ടാണ് ഏത് സർക്കാരും ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിന് ഈയൊരു ഭക്ഷ്യപദ്ധതി ഒരു വലിയൊരു ഉദാഹരണമാവട്ടെ, ഒരു തുടക്കമാവട്ടെ, നല്ലൊരു തുടക്കമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു ചടങ്ങിൽ പങ്കെടുക്കവെയാണ് നടൻ കുഞ്ചാക്കോ ബോബന്റെ ഈ പ്രതികരണം. ജയിലുകളിലാണ് നല്ല ഭക്ഷണം കിട്ടുന്നതെന്ന് തോന്നുന്നുവെന്നും സ്കൂളുകളിലാണ് ഇത് നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ കുഞ്ചാക്കോ ബോബന്റെ പ്രതികരണത്തോട് പോസിറ്റീവായി പ്രതികരിച്ചായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ FB പോസ്റ്റ്. ചാക്കോച്ചിന്റെ വാക്കുകൾ കേട്ടുവെന്നും സർക്കാർ സ്കൂളുകളിൽ കുട്ടികൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുന്നുവെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. കുഞ്ചാക്കോ ബോബൻ വരുന്നത് കുട്ടികൾക്ക് സന്തോഷമാകുമെന്നും താനും ചടങ്ങിൽ പങ്കെടുക്കാമെന്നും മന്ത്രി FB കുറിപ്പിൽ വ്യക്തമാക്കി. ഒപ്പം സ്കൂൾ ഉച്ചഭക്ഷണത്തിന്റെ മെനുവും രുചിയും അറിയിക്കുകയും ചെയ്യാമെന്നും മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പരിഷ്കരിച്ച ഉച്ചഭക്ഷണ മെനു പ്രകാരം സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഭക്ഷണം വിളമ്പിത്തുടങ്ങിയിരുന്നു. ആഴ്ചയിൽ 5 ദിവസവും വ്യത്യസ്തങ്ങളായ വിഭവങ്ങളാണ് കുട്ടികൾക്ക് വിളമ്പുന്നത്. സംസ്ഥാനത്തെ 1 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലാണ് പരിഷ്കരിച്ച ഉച്ചഭക്ഷണ മെനു നടപ്പിലായത്. ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജിറ്റബിൾ ബിരിയാണി, ടൊമാറ്റോ റൈസ്, കോക്കനട്ട് റൈസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നുണ്ടാകും. റൈസുകളോടൊപ്പം പുതിന, ഇഞ്ചി, നെല്ലിക്ക, പച്ചമാങ്ങ ഇവ ചേർത്ത ചമ്മന്തിയും വേണമെന്ന് നിർദ്ദേശമുണ്ട്. മാസത്തിൽ 1-2 ദിവസം മൈക്രോ ഗ്രീൻസും സ്കൂളിലെ പോഷകത്തോട്ടത്തിൽ വിളയിച്ച ഉൽപ്പന്നങ്ങളും നാടനും പ്രാദേശികവുമായ പച്ചക്കറികളും മെനുവിലുണ്ട്. ഏതായാലും ചാക്കോച്ചന്റെ പ്രതികരണവും മന്ത്രിയുടെ ക്ഷണവും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.